ലോകത്ത് തന്നെ പുതുമയുള്ള പരിപാടിയായിരുന്നു നവകേരള സദസ്സെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിൽ സ്ത്രീകളുടെ വൻ പങ്കാളിത്തം ഉണ്ടായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സ് നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തിനും ഒരുപക്ഷെ ലോകത്തിന് തന്നെയും ഒരു പുതുമയുള്ള പരിപാടിയായി. ഇപ്പോൾ 50,000-ഓളം പേർ സ്ത്രീ സംരംഭകരായിരുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു നേട്ടമാണ്. അങ്ങനെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള പദ്ധതികൾ, അതിന് ലോൺ കൊടുക്കുക മാത്രമല്ല തുടർച്ചയായി ഈ സംരംഭകത്വത്തിൽ അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. സ്ത്രീകൾ പിന്തള്ളപ്പെട്ടു പോകുന്ന മേഖലകൾ. വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുമായി സംവദിക്കുന്ന മുഖാമുഖം നവകേരള സ്ത്രീ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ വിവിധ മേഖലകളിലെ 2000-ഓളം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന നവകേരള സ്ത്രീ സദസ്സിലൂടെ സ്ത്രീകളെ നവകേരള നിർമ്മിതിയുടെ ഭാഗമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സ്ത്രീപക്ഷ നവകേരളം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിനുമാണ് വിവിധ മേഖലകളിലുള്ള സ്ത്രീകളുമായി മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കുന്നത്. ഇവർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി നൽകാനും അവസരമുണ്ടാകും. നവകേരളം സംബന്ധിച്ച് സ്ത്രീ സമൂഹത്തിന്റെ പ്രതീക്ഷകൾ, നിർദ്ദേശങ്ങൾ, നൂതന ആശയങ്ങൾ എല്ലാം സദസ്സിൽ പങ്കുവയ്ക്കപ്പെടും. ജനപ്രതിനിധികൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വം വഹിക്കുന്നവർ, വകുപ്പ് മേധാവികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, അങ്കണവാടി പ്രവർത്തകർ, ആരോഗ്യ, വിദ്യാഭ്യാസ, വ്യവസായ, കാർഷിക മേഖലകളിലെ പ്രതിനിധികൾ, പരമ്പരാഗത വ്യവസായ മേഖല, IT, കലാ, സാഹിത്യ, കായിക മേഖലകൾ, ആദിവാസി, ട്രാൻസ്, വനിതകൾ തുടങ്ങി സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളുടെ പങ്കാളിത്തത്തോടെയാണ് സദസ്സ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.